മാർച്ച് മാസം 22-ാം തീയതി മുതൽക്ക് 28-ാം തീയതി വരെയുള്ള 7 ദിവസങ്ങൾ, ഒരാഴ്ച കാലത്തെ മേഷാദി രാശികൾക്കുള്ള സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ ആഴ്ചയുടെ ഒരു ഗ്രഹസ്ഥിതി പറയുകയാണെങ്കിൽ മീനത്തിൽ സൂര്യൻ, ശുക്രൻ, ശനി ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നു. 26-ന് ശുക്രൻ മാറുന്നുണ്ട്. അതുപോലെ കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും ഉണ്ട്. കുജൻ ഏപ്രിലാണ് പിന്നെ മാറുന്നത്. ഏപ്രിൽ 2-ന് മീനത്തിലേക്കും ബുധൻ ഏപ്രിൽ 11-ന് മീനത്തിലേക്കും വരുന്നുണ്ട്. ബുധനപ്പോൾ നീചം സംഭവിക്കുകയാണ്. മിഥുനത്തിലാണ് വ്യാഴം, ചിങ്ങത്തിൽ കേതുവുമാണ്. ആദ്യം നമുക്ക് മേടം രാശിയുടെ സാമാന്യ ഫല നിരൂപണം നമുക്ക് ചെയ്യാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാല് അഥവാ കാർത്തികയുടെ 1-ാം പാദം ഈ നക്ഷത്രങ്ങളിൽ വരുന്നവരാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. ഈ മേടക്കൂറുകാർക്ക് ഒരുപാട് പരിശ്രമം നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. ജോലിയിലും അവരുടെ ബിസിനസ്സിലോ എന്തിനാണെങ്കിലും അവരുടെ കർമ്മത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. മീനൻ രാശിയിലെ ഗ്രഹങ്ങൾ 12-ാം ഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. ഉടനെ തന്നെ ആ പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹയറപ്സിനോ അത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ വ്യാപ്തി അഥവാ കാഠിന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ പിന്നീട് അത് ഫലം ചെയ്യും എന്നുള്ളതാണ്. ഈ പരിശ്രമം കൊണ്ടുള്ള ഫലം അനുഭവിക്കാൻ യോഗം പിന്നീടാണ്. 26-ാം തീയതിക്ക് ശേഷം ശുക്രൻ ലഗ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ കഴിവുകളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ധനപരമായിട്ട് അനാവശ്യ ചിലവുകൾ, അനാമത്ത ചിലവുകൾ ഒക്കെ വളരെ കൂടാനുള്ള ഒരു കാലമാണ് ഈ ഒരാഴ്ച. അത് പണം ചെലവഴിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ്, അതുകൊണ്ട് കൂടുതൽ പരിശ്രമങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് ഉറക്കക്കുറവ് ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു ഒറ്റപ്പെട്ട തോന്നൽ, കുടുംബ ബന്ധങ്ങളിൽ ചില ഒറ്റപ്പെട്ടതായിട്ടുള്ള തോന്നലുകൾ ഉണ്ടാകാം. എന്നാലത് വേണ്ടത്ര ഭംഗിയായി വർത്തമാനത്തിൽ കൂടെ അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കും. അതായത് അത് കുടുംബ അന്തരീക്ഷം കുറച്ചുകൂടെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് ഈ മേടക്കൂറിലുള്ള ആ ഗ്രഹനാഥൻ തന്നെയാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രം ദർശനം നടത്തുക, ദുർഗാദേവിയുടെ പുഷ്പാഞ്ജലികളും മറ്റും നടത്തുക, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക, ഇതൊക്കെ നല്ലതാണ്.